വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലും ക്യാപ്ഷനിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇന്നൊരു സ്റ്റുഡിയോ വ്ളോഗാണ്. ഈ ഒരു സ്റ്റുഡിയോയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് UAE തന്നെ ഫസ്റ്റ് സ്റ്റുഡിയോ ഔട്ട്ലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് 2 വീക്സ് ആയി. ഞാൻ ഓപ്പൺ ആയതിന്റെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ വിസിറ്റ് ചെയ്തത്. ദുബായ് സിലിക്കൺ ഒയാസിസിൽ സിലിക്കൺ സെൻട്രൽ മാളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഫോറെവർ 21 ഔട്ട്ലെറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടുള്ളത്. പലതവണ സിലിക്കൺ സെൻട്രൽ മാളിൽ വന്നിട്ടുണ്ടെങ്കിലും മാളിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ ഒട്ടും തന്നെ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്രയും ഷോപ്സ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്, ഇനി കുറേ ഔട്ട്ലെറ്റ്സ് വരാനുണ്ട്, ഒന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ തപ്പി പോയപ്പോഴാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം കാണുന്നത് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സ്റ്റാർബക്സ് എല്ലാം അവിടെ ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബാത്ത് ആൻഡ് ബോഡി ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് ആൽഡോ വരാൻ പോകുന്നുണ്ട്, അഡിഡാസ് വരാൻ പോകുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഷോപ്സ് ഓപ്പൺ ആവാനുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഫോറെവർ 21 ഷോപ്പ് കാണാൻ പറ്റും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോ കണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആരോ നമ്മളിവിടെ കാണാൻ വന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ സ്റ്റുഡിയോ കണ്ടപ്പോൾ. ഭയങ്കര സന്തോഷമായിരുന്നു. ആക്ച്വലി നാട്ടിലെ സ്റ്റുഡിയോയിൽ ഞാൻ പലതവണ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പോയ സമയത്തൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് അകത്തേക്ക് കയറി. അത്യാവശ്യം നല്ല വലിയ ഔട്ട്ലെറ്റ് ആയിരുന്നു കേട്ടോ, വലിയ ഷോപ്പായിരുന്നു, കുറേ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എസ്പെഷ്യലി ക്രോപ്പ് ടോപ്സ്, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരുപാട് ക്രോപ്പ് ടോപ്സും ജീൻസും പാൻസും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ടോപ്സ് എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ട് ക്രോപ്പ് ടോപ്സ് നോക്കുന്നവർക്ക് ഭയങ്കര നല്ല ഓപ്ഷൻ ആയിരിക്കും. കുറേ ഡ്രസ്സസ് എല്ലാം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതായിരിക്കും കേട്ടോ. ഡ്രസ്സ് മാത്രമല്ല ടോപ്സ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാവും. നാട്ടിലെ സ്റ്റുഡിയോയിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ എന്തായാലും നല്ല ഫെമിലിയർ ആയിരിക്കും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇന്നൊരു ഐറ്റം വാങ്ങണം എന്നൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ക്രോപ്പ് ടോപ്സ് ഞാൻ കുറച്ചെടുത്തു. ക്രോപ്പ് ടോപ്സിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ചിലതിൻ്റെ എല്ലാം ഓൾറെഡി സൈസ് അവൈലബിലിറ്റി കുറവായിരുന്നു. സ്മോളും മീഡിയം എക്സ്ട്രാ സ്മോളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഒരു ലാർജ് എക്സൽ അതിന് മേളിലോട്ടൊക്കെ ഭയങ്കര കുറവായിരുന്നു. മേ ബി തുടങ്ങി വൺ ഡേ ആയതേ ഉള്ളൂ, അപ്പോഴത്തേനും കുറേ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ, ഇതിൻ്റെ എല്ലാം റേറ്റ് ഭയങ്കര അഫോർഡബിൾ പ്രൈസിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ക്രോപ്പ് ടോപ്സ് എല്ലാം 29, 39, 25 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ വാങ്ങിയ എല്ലാ ഐറ്റംസും 50 ദിർഹംസിന് താഴെയായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഉള്ളൂ എന്ന്. അതിന് മേളിലായിട്ട് ഞാൻ പ്രൈസ് വരുന്ന ഒന്നും ഞാൻ കണ്ടില്ലായിരുന്നു. ഫുട്വെയർ സെക്ഷൻ ആണെങ്കിലും ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. ഈ കാണുന്ന ഷൂസ് എല്ലാം വെറും 15 ദിർഹംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഫ്ലാറ്റ്സ് എല്ലാം 25 ദിർഹംസ് മുതലായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എടുത്തതെല്ലാം ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതൊക്കെ ഞാൻ അപ്പം തന്നെ മാറ്റി കേട്ടോ. പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളതെല്ലാം ഞാൻ പിറക്കി തിരിച്ചെടുത്തിട്ട് ഇച്ചാനോട് ചോദിക്കാൻ വേണ്ടി, വീഡിയോ ഓൾറെഡി എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് കാണിച്ചിട്ട് ചോദിക്കാൻ വേണ്ടി പോവാണ്. കാരണം ഇച്ചാൻ അങ്ങോട്ട് വന്ന് കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, നീച്ചൻ്റെ പുറകെ ഓടുമായിരുന്നു. അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്ത് പിന്നെ കിഡ്സ് സെക്ഷനിലേക്ക് പോയിട്ട്, പക്ഷെ അതെനിക്ക് കുറച്ചൊന്ന് സാഡായിരുന്നു. കാരണം കളക്ഷൻ തീരെ കുറവായിട്ട് തോന്നി. ബോയ്സ് സെക്ഷനിൽ, ഗേൾസ് സെക്ഷനിൽ ഓക്കെ ആയിരുന്നു. പിന്നെ നിച്ചുവിൻ്റെതായ ഒരു ഷർട്ടും ഞങ്ങൾ പാൻസും എടുത്തു കേട്ടോ, ജീൻസാണത്. അത് കഴിഞ്ഞ് നേരെ മെൻസ് സെക്ഷനിലേക്കാണ് പോയത്. ഇച്ചാനെ നോക്കാൻ വേണ്ടി പോയതാണ്. പ്രൈസ് വൈസ് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. അത് കണ്ടില്ല, ഈ ഷർട്ടൊക്കെ തന്നെ 29 ദിർഹംസേ ഉള്ളൂ, 45 ദിർഹംസ്. പിന്നെ ഈ കാണുന്ന ടീഷർട്ട്സ് എല്ലാം 19 ദിർഹംസ് ആണ്. കാഷ്വൽ വെയർ ടീഷർട്ട്സ് ആണ്, എല്ലാം നല്ലതായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇച്ചാൻ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒന്നും എടുത്തില്ല. ഇച്ചാൻ ഭയങ്കര ചൂസിയാണ്. ഇതിന് മുകളിലുള്ള വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പല ഐറ്റംസും നമ്മൾ വാങ്ങാൻ വേണ്ടി പോകും, പക്ഷെ നമ്മൾ പോയ പോലെ തിരിച്ചു വരും. കണ്ടില്ലേ, ഈ ടീഷർട്ട്സ് എല്ലാം തുറന്നു പോലും നോക്കുന്നില്ല. ഞാൻ നിർബന്ധിച്ചിട്ടാട്ടോ ഒന്ന് എടുത്ത് നോക്കിയത്. 25 ദിർഹംസ് ആണ് ആ ടീഷർട്ട്സിന്റെ പ്രൈസ് വരുന്നത്. അങ്ങനെ നമ്മൾ എടുത്ത ഐറ്റംസ് എല്ലാം ആയിട്ട് ബില്ലടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആ സമയത്ത് നിച്ചു അവിടെ
2-3 സോക്സും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മളത് അവസാനം എടുത്തു. അങ്ങനെ നമ്മളിത് ആ ഐറ്റംസ് ഒക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി. ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളതിൻ്റെ ഹോൾ വീഡിയോ വേറെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിത് ആ സ്റ്റുഡിയോന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ എന്താ പുറത്ത് വന്നാൽ നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാതെ തിരിച്ച് പോകത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നേക്കുവാണ്. അവിടെയാണ് ഫുഡ് കോർട്ട് വരുന്നത്. നിച്ചു വിജാൻ്റെ കൂടെ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ അവിടെ ഇരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കോഫി ആണെന്ന് തോന്നുന്നു, എനിക്കത് അറിയില്ലായിരുന്നു എന്തായിരുന്നു. പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്തോ ഒന്ന് വാങ്ങിച്ചിട്ട് വെച്ചിട്ട് പോയായിരുന്നു. അത് കോഫി ആയിരുന്നു കേട്ടോ, നല്ല കോഫി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ നല്ല മസാല ദോശയും കൊണ്ടുവന്നു കേട്ടോ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മസാല ദോശ ഞാൻ ആദ്യം അവിടുന്ന് ട്രൈ ചെയ്യുന്നത്, പക്ഷേ ദോശ ഞങ്ങൾ ഇതിനു മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ മസാല ദോശ ട്രൈ ചെയ്യുവാണ്. എനിക്ക് സാധാരണ ഞാൻ മസാല ദോശ ചില സ്ഥലത്ത് കഴിക്കും, ചില സ്ഥലത്ത് ഞാൻ കഴിക്കില്ല. എനിക്ക് ആ മസാല എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും പ്ലെയിൻ ദോശയാണ് പറയൽ. പക്ഷേ ഇത്തവണ ഞാൻ മസാല ദോശ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ച് നോക്കുകയാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വിചാരിച്ചു ഒന്നുകൂടെ പറയാമെന്ന്. പക്ഷേ ഓൾറെഡി നമ്മൾ വേറെ ഫുഡ് ഓർഡർ ചെയ്ത് പോയി. അപ്പോൾ ഇനി എല്ലാം കൂടെ കഴിക്കാൻ പാടായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു കേട്ടോ. നിച്ചു പ്ലെയിൻ ദോശയാണ് കഴിച്ചത്. പ്ലെയിൻ ദോശ നല്ല ഭയങ്കര മുരിഞ്ഞ ദോശയായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ തളർന്ന് ഒടിഞ്ഞ് കിടക്കുന്നതിനേക്കാളും ഭയങ്കര മുരിഞ്ഞ ദോശ ഭയങ്കര ഇഷ്ടം. മസാല ദോശ ഞാനും ഇച്ചാനും കൂടെ പറഞ്ഞ നേരം കൊണ്ട് തീർന്നു കേട്ടോ. പിന്നെ പ്ലെയിൻ ദോശ നിച്ചുവാണ് കഴിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് അത് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴേക്കും തന്നെ സെറ്റ് ഓഫ് ഫുഡ് എത്തി കേട്ടോ. ഇതിനകത്ത് ഓംലെറ്റ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ നോർമൽ പൊറോട്ട, പിന്നെ എനിക്ക് തോന്നുന്നു വീറ്റ് പൊറോട്ട, അവരെന്തോ ബ്രൗൺ പൊറോട്ടയെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിരുന്നത്. പിന്നെ ഇത് മസാല എഗ്ഗാണ്, പിന്നെ ഒരു റസ്മലായും കൂടെ പറഞ്ഞായിരുന്നു. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഓംലെറ്റ് ആണ് കേട്ടോ. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഐറ്റം ഈ കാണുന്ന ഒരു മസാല ഓംലെറ്റ് ആണ് കേട്ടോ. മസാല ഓംലെറ്റ് എന്ന് പറയുന്നത് ഓംലെറ്റ് തന്നെയാണ്. ഇത് ഞാൻ എഗ്ഗ് കറിയാണെന്ന് കരുതി, പക്ഷെ അതിനകത്ത് ഒരു ഓംലെറ്റ് ആക്കിയിട്ട് അത് മസാല ചേർത്തിരിക്കുകയാണ്. ആ മസാലയിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളി തന്നെയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ചെറിയൊരു മധുരവും പുളിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നല്ല ലാവിഷായിട്ട് ഡിന്നറൊക്കെ കഴിച്ച് നേരെ ലുലുലു വന്നിരിക്കുകയാണ് കേട്ടോ. ഇച്ചാനൊരു ഫോമൽ ഷൂ നോക്കാൻ വേണ്ടി. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ഫോമൽ ഷൂ നോക്കാൻ പോയത്. അന്ന് വാങ്ങിയില്ല കേട്ടോ, ആസ് യൂഷ്വൽ വാങ്ങിയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്, ലുലുലു വന്നിരിക്കുകയാണ് ഫോമൽ ഷൂസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ ഇച്ചായൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ട മോഡൽസ് ഒക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ഞാനും നിച്ചു ഓൾമോസ്റ്റ് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കരുതി എങ്കിൽ പിന്നെ ലുലുവിലെ ഓണം കളക്ഷൻസ് ഒന്ന് നോക്കിയിട്ട് വരാമെന്ന്. ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഉള്ളതൊക്കെ നല്ല കളക്ഷൻസ് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ആ കസ്റ്റമൈസ് ചെയ്ത പോലത്തെ ടോപ്പും കാര്യങ്ങളും ഒക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് നേരം അവിടെ എല്ലാം നോക്കി നടന്നു, കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ നോക്കി തിരിച്ചു വന്നപ്പോഴത്തേനും ഞാൻ ഇഷ്ടപ്പെട്ട 2 ഷൂ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഇട്ടിരിക്കുന്ന ഷൂ എനിക്ക് എൻ്റെ ഫ്രണ്ട് അത്ര ഭയങ്കര നീണ്ടു നിൽക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ ഷൂ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ട്രൈ ചെയ്ത് നടന്നു നോക്കുവാണ്. ഞാൻ ഭയങ്കര പിക്കിയാണ് കേട്ടോ. ഷൂവിൻ്റെയും ജീൻസിൻ്റെയും കാര്യത്തിൽ ഭയങ്കര പിക്കിയാണ്. സോ അതുകൊണ്ട് തന്നെ അതെടുത്തില്ല.
പിന്നെ എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നിച്ചുവിന് വാങ്ങിച്ച കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ സ്റ്റുഡിയോ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. ടാറ്റാ.